ശ്രീമതി ആറന്മുള പൊന്നമ്മയെ നമ്മളിന്ന് കാണുന്നത് മലയാള സിനിമയുടെ ഒരു കാരണവർ സ്ഥാനത്താണ്. ആ കാരണവർ സ്ഥാനത്തുള്ള നമ്മുടെ അതിഥിയെ കാണാൻ എത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ മറ്റൊരു കാരണവരായ ശ്രീ നവോദയ അപ്പച്ചനാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. സിനിമ തുടങ്ങുന്ന കാലത്തുള്ള ബന്ധവും പരിചയമൊക്കെ ആയിരിക്കും. അപ്പോൾ അതേപ്പറ്റി ഒന്നും ചോദിക്കാൻ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല, എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ല. അത്ര വളരെ പഴക്കമുള്ള ബന്ധമാണ് ആദ്യമായി കണ്ടത്. അതിനുശേഷമുള്ള ഒരുപാട് കാലത്തെ അടുപ്പം, പരിചയം, ഒരുപാട് സംഭവങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലേ സാറിന്? ഉണ്ട്, ധാരാളമുണ്ട്. എന്നോളം പൊന്നമ്മ ചേച്ചിയോട് പരിചയമുള്ളവർ ആരും തന്നെ കാണുകയില്ല. ഇല്ല. ഇത് ഏതാണ്ട് ഒരു 60 വർഷത്തെ പഴക്കമുള്ളതാണ്. ആദ്യം കാണുന്നത് ശശിധരൻ എന്നൊരു പടത്തിന് വേണ്ടി ഉദയയിൽ വരുന്നതാണ്. 1950 ഓർക്കുന്നുണ്ട്. 49 അവസാന ഷൂട്ടിങ് 50 റിലീസായി പടം. അന്ന് വളരെ ശാലീന സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒത്തിരി സൈറ്റ് അടിച്ചിട്ടുണ്ട്. ഉദയയിലെ കാര്യമാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉദയയിലെ ഒരു 8-10 പടം ചെയ്തിട്ടുണ്ട്. ഇത്രയും പടങ്ങളും ഇത്രയും വർഷങ്ങളും പൊന്നമ്മ ചേച്ചിയോട് ബന്ധമുള്ളവരെ വേറെ ആരും ഇന്നില്ല. 50കൾ വരുമ്പോൾ ഞങ്ങൾ പൊന്നമ്മ എന്നാണ് പറഞ്ഞോട്ട്. 60കളിൽ പിന്നെ അത് ഒന്നുകൂടെ ഗ്രേഡ് കൂട്ടി പൊന്നമ്മ ചേച്ചിയാക്കി. 70കളിൽ പിന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മൂമ്മന്ന് വിളിച്ചാൽ മതി. ചാക്കോച്ചന് വേറെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ചാക്കോച്ചൻ ഒരു ദിവസം എന്നോട് ചോദിക്കുക, ഇപ്പം എത്ര വയസ്സായി? ഞാൻ എൻ്റെ വയസ്സ് പറഞ്ഞു. എനിക്കും അത്രയൊക്കെ ആയി, ആരോടും പറയണ്ട. പറയത്തില്ല കേട്ടോ, ഇത്രയൊന്നും ആയിരുന്നു, ആരോടും പറയരുത് വയസ്സ് എന്ന് പറയായിരുന്നു. എൻ്റെ രാജൻ്റെ അച്ഛന് വലിയ കാര്യമായിരുന്നു. അപ്പം മോടെയോ മോൻ്റെയോ കല്യാണത്തിന് എഴുത്തു വന്ന് അതിനകത്ത് എഴുതി വെച്ചിരുന്നു, ചേട്ടോ ഒരു കുത്ത് ചീട്ടും കൊണ്ടിഞ്ഞ് പോരെ, നമുക്ക് കുറച്ച് ദിവസം ഇവിടെ കൂടാം. വന്നിട്ടുണ്ട്. ഉദയ വന്നാൽ ചീട്ടുകളിയാ, എവിടെ ചെന്നാലും ചീട്ടുകളി. അതിവർക്കൊക്കെ അറിയാം. SP ഒക്കെ വിളിച്ചിരുത്തി, എടാ SP ഇങ്ങ് വന്നൊക്കെ പറഞ്ഞ് കൊച്ചിലെ അറിയാം. SP ഒക്കെ ചീട്ട് കളിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, പൊന്നമ്മ ചേച്ചിക്ക് കിട്ടുന്ന കാശെല്ലാം ഈ ചേട്ടൻ, പൊന്നമ്മ ചേട്ടൻ എന്നാ പറയുന്നത്, ചേട്ടൻ ഇത് എല്ലാം ഇത് കളിച്ച് കളയും എന്ന് തമാശായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ പൊന്നമ്മ ചേച്ചി അത് വളരെ അതിനെ എൻകറേജ് ചെയ്തിരുന്നു. എന്നോടൊക്കെ ഇടയ്ക്ക് ചേട്ടനെ ഒന്ന് അന്വേഷിച്ചു തരും എന്ന് പറഞ്ഞാൽ ചീട്ടും കളിയും എൻ്റെ ആൾക്കാരെ എല്ലാം ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഒന്ന് എൻഗേജ് ചെയ്യിച്ചേക്കാം, സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. ഈ തേക്കടിയിൽ വെച്ച് എന്തോ ബോട്ടിൽ നിന്ന് വീഴും, അങ്ങനെ ബോട്ട് നമ്മൾ ശബരിമലയ്ക്ക് പോയപ്പോൾ അത് അങ്ങനെ ഒരു ബോട്ട് അപകടം ഉണ്ടായി. കുറ്റി കൊണ്ട് ബോട്ടിൻ്റെ അടിവശങ്ങളായി പോയി. അന്ന് ഞാൻ രക്ഷിച്ച കാര്യം ഈയിടെ എങ്ങാനാണ് നടന്നതെങ്കിൽ എനിക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് തന്നെ കിട്ടി. ധീരതയ്ക്കുള്ള അവാർഡ്. KR വിജയ, ഞാൻ എൻ്റെ അച്ഛനെ ബാബു അന്ന് കൊച്ചു അവനുണ്ട്, അവനെയും കൊണ്ടുപോയിട്ടുണ്ട്. KR വിജയുടെ ഒരു അനിയത്തി, ചാക്കോച്ചൻ, ഞങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ വെള്ളം കയറുന്നു, ഇവരൊക്കെ എന്തോ ചെയ്യുന്നു. അപ്പോൾ ചാക്കോച്ചൻ കൂളായിട്ട് പറയുക, നമ്മളൊക്കെ കൂടി ഇവിടെ മുങ്ങിച്ചാകണമെന്നായിരിക്കും ദൈവവിധി, ഇല്ലയോ ചേട്ടാ? അപ്പോൾ അങ്ങ് ഒരു ടെൻഷൻ ഇല്ലാതിരുന്ന് പറയാം. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അപ്പം രാജൻ്റെ അച്ഛനൊക്കെ പട്ടണമൊക്കെ ഊരി പേടിച്ച് പോയി കേട്ടോ. എങ്ങനെ കരയ്ക്ക് അടുത്തെന്ന് അടുപ്പി ഇവരൊക്കെ കൂടാണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ശകുന്തളയ്ക്ക് അവർ 5 കിലോമീറ്റർ പോയി ഈ കണ്ണൂരിൻ്റെ ആശ്രമം എടുക്കാൻ. ഒരുപാട് നടികൾ അല്ലെങ്കിൽ നടന്മാരൊക്കെ വന്ന് ഇതുപോലെ ഉദയയിൽ വരികയും താമസിക്കുകയും അങ്ങനെ ഒരുപാട് പേരോടുള്ള അടുപ്പങ്ങളുണ്ടാവുമല്ലോ, വളരെ പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുണ്ടാകും. കാരണം എത്രയോ ദിവസങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും ഒരു കുടുംബം പോലെ അല്ലേ? അതിലൊക്കെ പൊന്നമ്മ ചേച്ചിക്ക് കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ്? പൊന്നമ്മ ചേച്ചി പറഞ്ഞല്ലേ, മലയാള സിനിമയുടെ അന്നും ഇന്നും ഒരമ്മ തന്നെയാണ്. സിനിമാ മാസികക്കാരും എല്ലാം ധാരാളം ഗോസിപ്പുകളൊക്കെ ഇത്രയും കാലത്ത് ഒത്തിരി എഴുതാറുണ്ട്, എല്ലാവരെയും കുറിച്ച് എഴുതാറുണ്ട്. പക്ഷെ അമ്മയെക്കുറിച്ച് എഴുതിയിട്ടില്ല, എന്നെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. എൻ്റെ ഒരു ഓർമ്മക്കുറിപ്പുകൾ ഒരു പുസ്തകമായിട്ട് വരുന്നുണ്ട്, മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ എഴുതി കൊണ്ടുവന്നൊന്നുമല്ല, തേക്കടി തടാകത്തിലൂടെ ഒരു ബോട്ട് യാത്ര
അത് ശരി. ഓ അതിലുണ്ട് അല്ലേ? അമ്മയുടെ കാര്യം ചേട്ടൻ്റെ കാര്യം എല്ലാവരുടെ ഭർത്താവ് ചീട്ടുകളിൽ താല്പര്യനാണ് എപ്പോഴും. ഒരു കുത്തി ചീട്ട് പോക്കറ്റിൽ കാണും. പൊന്നമ്മ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ചാക്കോച്ചൻ പറയും, അമ്മേ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കരുത് കേട്ടോ, കളിച്ചോണ്ട് പോട്ടെ, കളിക്കട്ടെ, അവരവർ ഇഷ്ടമുള്ള കാര്യം ചെയ്യട്ടെ, അങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയായിരുന്നു ഞാൻ. ഉദയ സ്റ്റുഡിയോയിലൊരു ആ ജീവിതകാലത്തെ പറ്റി പറഞ്ഞല്ലോ, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവുക, ഒന്നിച്ച് താമസിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. അന്ന് ആ ഓർമ്മകൾ പങ്കുവെക്കാൻ ഇന്ന് നമുക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് പലരും നമ്മളോടൊപ്പം ഇല്ല, നമ്മൾ വിട്ടിട്ട് പോയി. വളരെ കുറച്ച് പേരാണുള്ളത്. അതിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തി അന്ന് ഉദയ സിനിമകളിലെല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാൾ കൂടി ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുണ്ട്, ശ്രീ ജി കെ പിള്ളച്ചേട്ടൻ. ഞാൻ പിള്ളച്ചേട്ടനെ കൂടെ ഈ വേദിയിലേക്ക് ആനയിക്കാം. നമുക്ക് ഒന്നിച്ചിരുന്നാകുമ്പോൾ ആ ഓർമ്മകൾ പങ്കുവെക്കാനും ഒരു സന്തോഷം ഉണ്ടാവും. എത്ര കാലമായിട്ടുണ്ടാവും അപ്പച്ചൻ സാറിനെ കണ്ടിട്ട്? 10-30 വർഷമാവും. അല്ല, ഇപ്പൊ ഒരു നീണ്ട ഇടവേള ശേഷം ഒരു 2-3 കൊല്ലമാവും. 2-3 കൊല്ലത്തിന് ശേഷം ഇപ്പൊ ആദ്യമായിട്ട് കാണാം. അതെ, ഞാനതിപ്പോൾ ആദ്യം കണ്ടപ്പോൾ ചോദിക്കുകയും ചെയ്തു. അമ്മയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അമ്മയെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, എങ്കിലും ഇപ്പൊ കണ്ടിട്ട് 2 വർഷമായി. അതെ, പിള്ളച്ചേട്ടൻ ഇപ്പോഴും സിനിമയിലും സീരിയലിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ആളാണ്. ഞാൻ കാണാറുണ്ട്. രാഷ്ട്രീയത്തിലായാലും ഏത് മേഖലയിലായാലും പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ട് ഇപ്പോഴും ഉള്ള ആളാണ്. അപ്പം എപ്പോഴും പിള്ളച്ചേട്ടൻ്റെ ആരോഗ്യത്തെ പറ്റിയാണ് ഞങ്ങൾ അസൂയപ്പെടാറുള്ളത്. വളരെ കൂടപ്പിറപ്പിലാണ്. അതെ അതെ, ആദ്യം ഞാനായിരുന്നു അമ്മ. അതാണ് അമ്മ. കൂടപ്പിറപ്പ് 4ാമത്തെ ചിത്രം. പ്രേംനവാസ് അല്ലേ അനുജൻ? അനിയൻ അംബിക, പുതിയ ആദ്യത്തെ നടി, പഴയ അംബിക, കൊട്ടാരക്കര, അടൂർ ഭാസിയൊക്കെ ഉണ്ടായിരുന്നു. ഉദയായിൽ എന്നാണ് പിള്ളച്ചേട്ടൻ ചെല്ലുന്നത്? ഞാൻ വടക്കംപാട്ടിൻ്റെ തുടക്കമാണ്, പക്ഷെ അതിന് മുമ്പ് 2-3 സോഷ്യൽ ഇതുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിനെ സംബന്ധിച്ചൊക്കെ ഉള്ള പല പടങ്ങളിൽ വന്നിട്ടുണ്ട്, ഉണ്ടായിരുന്നു. വടക്കംപാട്ടിൻ്റെ തുടർച്ചയായിട്ട് കുറേ വർഷങ്ങൾ. അതെ, അന്ന് ഇത്രയും ഇത്രയും വലിപ്പവും സ്വരവും ഉള്ള ഒരാളെ കിട്ടാൻ പ്രയാസമായിരുന്നു. അതെ, ശബ്ദം വളരെ. അപ്പോൾ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറയുകയായിരുന്നു, ഞാൻ ഓർക്കുകയായിരുന്നു, എന്തുകൊണ്ട് ഈ വടക്കൻ പാട്ടിൻ്റെ തന്നെ ഒരു സീരിയൽ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. വടക്കൻ പാട്ട് ഒത്തിരി നവോദയായി എടുത്തിട്ടുണ്ട്, ധാരാളം വടക്കൻ പാട്ട്. അല്ല, ഈ വടക്കൻ പാട്ടിൽ അവിടെ അഭിനയിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു വലിയ പ്രചോദനം ഉണ്ടായ ഒരു കാര്യം, ഞാൻ അത് ആരും ചെയ്യാത്ത രീതിയിൽ ഉദയയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ 2 കൈ കൊണ്ടും സോഡ് വെച്ച് ഉറുമി വെച്ച് ഫൈറ്റ് ചെയ്യുമായിരുന്നു. 2 കൈ കൊണ്ട്. അത് അന്ന് ആരും ചെയ്യാറില്ല. അത് സ്വന്തമായിട്ട് ഞാനൊന്ന് മറ്റാസ് പ്രാക്ടീസ് ചെയ്തതാണ്. അതിങ്ങനെ ഉദയയുടെ കുഞ്ചാക്കോ മോഹൻലാലിൻ്റെ ഈ വിവരം ഒന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കതൊന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, എന്നാൽ എനിക്ക് അതൊന്ന് കാണിര്, ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് ചെയ്ത് കാണിച്ചു. വളരെ ഇഷ്ടമായി, അതൊരു പടത്തിലെടുക്കുകയും ചെയ്തു. എൻ്റെ ശരീരത്തിൽ കുറേ മുറിവ് പറ്റി, അത് വേറെ കാര്യം. ഇങ്ങനെ വളരെ ഭംഗിയായിട്ടത് ചെയ്യും, 2 കൈയിൽ സോഡ് വെച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും ഉദയയുടെ ഒരു തുടക്കകാലം തൊട്ടേ അമ്മയും സാറും ഒക്കെ ഉണ്ട് അല്ലേ? ജികപിള്ള സാറൊക്കെ ഇല്ല, ഞാൻ തുടക്കത്തിൽ ഞാൻ ശകുന്തള മുതലാണ് എന്നെ വിളിച്ചത്. ഇല്ല, ശശിധരൻ അവിടെ വന്നാ ചെയ്ത് ഷൂട്ടിങ് അല്ല, ഉദയയുടെ പടത്തിൽ അഭിനയിക്കുന്നത് പിന്നെ ഇത് ശകുന്തള മുതലാണ്. അവിടെ ആദ്യം എൻ്റെ ആദ്യത്തെ ശശിധരൻ്റെ ഷൂട്ടിങ്ങും എല്ലാ മേക്കപ്പും ഒക്കെ ഉദയയില്ല. പിന്നെ പിള്ളച്ചേട്ടൻ എന്നാണ് അമ്മയുടെ കൂടെ ആദ്യം അഭിനയിക്കുന്നത്? ഞാൻ ആദ്യം അഭിനയിക്കുന്നത് കൂടപ്പിറപ്പ്. പിന്നെ ഇതിൽ ഒരു ക്രിസ്ത്യൻ ചരിത്രം നമ്മുടെ മെരിലാൻഡ് എടുത്തില്ലേ, സ്നാപകയോഹനൻ ഞാനില്ല, ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഞാൻ രാജാവായിട്ടും അമ്മ റാണിയായിട്ടും. ആണോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എൻ്റെ ഡയറിയിലുണ്ടത്, ആണോ? സ്നാപക യോഗൻ. അത് കഴിഞ്ഞിട്ട് മെരിലാൻഡിൽ തന്നെ മറ്റൊരു ചിത്രം സോഷ്യൽ. അത് കഴിഞ്ഞ് 3ാമത്തെ ചിത്രമാണ് നമ്മൾ കൂടപ്പിറപ്പ്. അത് ശരി. എൻ്റെ 4ാമത്തെ ചിത്രം. പിന്നെ മദ്രാസിൽ തറവാട്ടമ്മ. പിന്നെ ഇത് നമ്മുടെ അച്ഛനും അമ്മയായിട്ട് നസീറിൻ്റെ അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച പടം ഏതാ? അതുകൊണ്ട് ജ്ഞാനസുന്ദരിയില് നസീറിൻ്റെ അമ്മയും അച്ഛനുമാണ് ഞങ്ങൾ. ഇപ്പോൾ ഞാനും ചേച്ചിയുമായിട്ടൊക്കെ എൻ്റെ കഥകളെടുത്ത് നോക്കുമ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടി വളരെ
ഒരു ചേച്ചിയെന്നോ ഒരു മാതാവെന്നോ ഉള്ള നിലയിലൊക്കെയാണ് അവരുടെയൊക്കെ. മകളുടെ കല്യാണം വന്നപ്പോഴേ ഭാര്യയോ ആരാണ്ടും കൂടെ വന്നാണ് ഈ തുണിയൊക്കെ എടുക്കുന്നത്, സാരിയൊക്കെ. അപ്പം ഞാൻ സ്വാമീസിൽ പഠിച്ചിട്ടുണ്ട്, ചേച്ചി കൂടെ വരണം, ചേച്ചിയുടെ സ്ഥാനത്തിന് മകൾക്ക് കല്യാണത്തിന് പുടവ എടുക്കാൻ എന്നെ കൊണ്ടുപോയി. എൻ്റെ അഭിപ്രായം ഇപ്പൊ തന്നെ കണ്ടു, വർഷങ്ങൾ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഓടി വന്നു, അതാ പറഞ്ഞു, എന്നെ കെട്ടിപ്പിടിച്ചു. ആ ഒരു ഞങ്ങളുടെ പെരുമാറ്റം ആ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ സ്നേഹവും നന്ദിയൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അതാണ് ആ ഒരു സ്നേഹത്തിന്റെ ഇത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനൊക്കില്ല. ഈ സമാഗമം പരിപാടി എല്ലാവർക്കും ഇഷ്ടമാണ്, കേൾക്കുന്നവരൊക്കെ പറയാം, എല്ലാവർക്കും ഇഷ്ടം, പല കാര്യങ്ങളും മനസ്സിലാകും. ഈയിടെ ഞാൻ രാഘവൻപിള്ള സാറിൻ്റെ നാട്ടിൽ പോയിരുന്നു സാർ. അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷികത്തിന് എന്നെ നിർബന്ധമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി. സാറിൻ്റെ പടം കാണണമല്ലോ, കൊള്ളാം. ഈ പടം തന്നെ ഇപ്പൊ അവിടെ അവരെ എത്ര നല്ല ഒരു കഴിവുള്ള ആളാ, പക്ഷെ ഒന്നും ആകാതെ അങ്ങനെ മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ടേ ഉണ്ടല്ലേ, ബാലൻ മുതൽ നാടകം, എത്ര നാടകം എഴുതിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊക്കെ പോയി, അവിടെ എല്ലാം കണ്ടവർ എന്നെ കൊണ്ട് നടന്ന് കാണിച്ച് അവിടെ ഒരു ഭയങ്കര മീറ്റിംഗ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിരുന്നു. സാറാണ് എനിക്ക് ആദ്യം എന്നെ നിർബന്ധിച്ച് നാടകത്തിലിറക്കാനായിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അന്നും എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, ജോലിക്ക് പോകാമോ? പോകുമെങ്കിൽ എനിക്കും ജോലിയുണ്ട്, സ്കൂളിൽ ജോലിയുണ്ട്, 2 മക്കളും ഉണ്ട് നമുക്ക്, എനിക്കിതിനൊന്നും എന്നെ കൊണ്ട് ഇതിന് കൊള്ളാമെന്ന് എനിക്കറിയില്ല, പോയി പരാജയമായി പോയാൽ കഷ്ടമല്ലേ, തങ്കമ്മയൊക്കെ നല്ല ഇതിലിരിക്കുന്ന സമയം, അപ്പോൾ അവർക്കും കൂടെ ഒരു മോശമല്ലേ അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യം വിട്, വെളിപ്പിടിച്ചേട്ടൻ ചോദിച്ചതിന് സമാധാനം പറയുമെന്ന് പറഞ്ഞു എന്നോട്. പൊട്ടക്കിനത്ത് വെളിപ്പിടിച്ചേട്ടനാ സാറും ഉണ്ട്. അപ്പോൾ സാർ ഇതൊക്കെ ഞാൻ പറഞ്ഞു, അച്ഛനാണെങ്കിൽ 3000 പറഞ്ഞതിൽ പാട്ടം വരുന്ന അച്ഛനായിരുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മരുമക്കത്തായ കാലത്ത് അച്ഛൻ മരിച്ചുപോയി, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, അത് തന്നിരുന്നെങ്കിൽ ഇതിനൊന്നും പോകണ്ടല്ലോ, ഇതിന് പോകുന്ന ഒരു ഏതാണ്ട് വിഷമം പോലെ ആയിരുന്നു എനിക്കന്ന്. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും. പിന്നെ ധൈര്യം വിചാരിച്ചപ്പം എനിക്കൊരു നാടകത്തിന് 100 രൂപ ശമ്പളം തരണം എന്ന് പറഞ്ഞു. അന്ന് 60-40 കൊടുക്കുന്നത്. ഉടനെ വേലുപ്പിടിച്ചന് എടുത്ത് പോയാലോ 101 വെച്ചു. കാരണം അവർക്ക് അന്നൊരു നായിക ആവശ്യമായിരുന്നു. അഗസ്റ്റ്യൻ ജോസഫ് ഉണ്ട്, നായിക അന്വേഷിച്ച് ഇങ്ങനെ നടന്നു. അപ്പോൾ പാടണമല്ലോ സ്വന്തമായിട്ട്, ഞാൻ പാടുമെന്നറിയാം. പിന്നെ ഈ ഡയലോഗ് പറയണം, സാറ് സ്ക്രിപ്റ്റ് കൊടുത്തെന്തോ വായിപ്പിക്കും. അപ്പോൾ എൻ്റെ ഈ തന്നെ ഞാൻ വായിച്ച് വന്നപ്പോൾ അച്ഛൻ എന്തോന്നൊരു സങ്കടമുള്ളത് വന്നപ്പോൾ എനിക്ക് തൊണ്ടയടറി. സാറ് പറഞ്ഞു മതി, നിർത്തിയാക്കാൻ പറഞ്ഞു. അതായത് ഒരു ശോക നായികയെ ഞാൻ അവതരിപ്പിക്കും, അത് വിജയിക്കും, ഞാൻ പേരിടാൻ പോവാ നാടകത്തിൽ ഭാഗ്യലക്ഷ്മി എന്നും പറഞ്ഞ് വെച്ചാണ് കഥ എഴുതുന്നത്. ഒരു നല്ല അമ്മ, നല്ല സഹോദരി, നല്ല ഭാര്യ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് അതിലൊക്കെ തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ ചേച്ചിയുടെ അഭിനയിച്ചു. എൻ്റെ ഭാര്യയായിട്ടും ജ്ഞാനസുന്ദരിയിൽ എൻ്റെ ഭാര്യയാണ്, കൂടപ്പുറപ്പിൽ എൻ്റെ അമ്മയാണ്, തറവാട്ടമ്മയിൽ അമ്മയാണ്. ഇങ്ങനെയൊക്കെ പല വേഷങ്ങളും അഭിനയിച്ച് ഞങ്ങൾ ഒത്തുകൂടി അവരുടെ ആ കഴിവും അവരുടെ ആ സ്നേഹവും അവരുടെ ആ ഉപദേശവും ഒക്കെ എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിലും അത്ഭുതമായിട്ട് ഞാനിപ്പോൾ ഇന്ന് നോക്കുന്നത്, വന്നപ്പോൾ അപ്രതീക്ഷിതമായി നമ്മുടെ അപ്പച്ചൻ മുതലാളിയെ കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇതൊരു വലിയ സംഭവമല്ലേ. കാരണം ഞങ്ങൾക്കൊക്കെ അന്നദാതാവായിരിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് പലതും തന്ന് ഞങ്ങളെ സഹായിച്ചു, ഞങ്ങളെ പ്രശസ്തരാക്കി, ഞങ്ങളെ വലിയവരാക്കി. ഉദയായുടെ വടക്കമ്പാടുകളിൽ ഞാൻ ഒരുപാട് പേരെടുത്തവനാണ്, സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചതാണ്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഷൂട്ടിംഗ് കാലത്ത് അപ്പച്ചൻ മുതലാളിയോട് പറഞ്ഞാൽ ഉടനെ അതിന് പരിഹാരം കാണുന്നതാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനും കൂടി ഇന്ന് വന്നു എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാം കൊണ്ടും വലിയ സന്തോഷമായി. ചേച്ചിയുടെ പരിപാടി ഏറ്റവും വലിയ വിജയപ്രദമായി തീരുന്നു. അതാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കത് സ്വാഭാവികമായിട്ട് തന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും.